മൈൻഡ് ട്രെയിനിങ്ങിന് വരുന്ന മജോറിറ്റി ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും. പലപ്പോഴും മനസ്സിലേക്ക് കയറി വരുന്ന നിഷേധാത്മക ചിന്തകൾ കാരണം ഒരു ഡിപ്രഷനിലേക്ക് പോകുമോ എന്ന് ഭയക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നു. മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഒഴിവാക്കി നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലായാൽ തന്നെ അമിത ചിന്തകളും ഉത്കണ്ഠയുണ്ടാക്കുന്ന നിഷേധാത്മക ചിന്തകളും ഒഴിവാക്കി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനാകും. ചിന്തകൾ വരുന്നത് ബോധമനസ്സിലാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. അമിതമായ നെഗറ്റീവ് ചിന്തകൾ ബോധമനസ്സിലേക്ക് വരുന്നതാണ് നിയന്ത്രിക്കേണ്ടത്. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കും എന്ന് പറയുമ്പോൾ ഞാൻ നിർദ്ദേശിക്കും, നീ അനുസരിക്കും എന്ന് പറയാൻ കഴിയണം. അപ്പോൾ ഞാൻ ആരാണ്? പല ആത്മീയ ദർശനങ്ങളും പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ കേന്ദ്രം തന്നെ ആത്മാവാണെന്നാണ്. നമ്മുടെ ചിന്തകൾ ആത്മാവിൽ നിന്നും വരുന്ന ഇൻറ്റ്യൂഷൻസാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഊർജം മനസ്സ് വഴി പ്രകടിപ്പിക്കുന്നതാണ്. പ്രശസ്ത സിനിമാ താരം ശ്രീദേവി ദുബായിൽ വെച്ചാണല്ലോ മരണപ്പെട്ടത്. അതേപ്പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പബ്ലിക്കിന് നൽകാനായി മീഡിയ പേഴ്സൺസ് അവിടെ ഉണ്ടായിരുന്ന ബോളിവുഡ് നടന്മാരുടെ ചുറ്റും കൂടി. അവരുടെ ബോഡി എപ്പോൾ വരുമെന്ന് അന്വേഷിച്ചു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ കണ്ട ഒരു ന്യൂസാണ്. അതായത് ഈ ബോളിവുഡ് നടന്മാർ ഈ മീഡിയ പേഴ്സൺസിനോട് കയർത്ത് സംസാരിച്ചു. ഇന്നലെ വരെ വലിയ ആരാധനയോടെ കണ്ടിരുന്ന ശ്രീദേവിയാണ് ഇന്ന് അവരുടെ ബോഡി എപ്പോൾ വരുമെന്ന് അന്വേഷിച്ച് ശല്യം ചെയ്യുന്നു. അതങ്ങനെയാണ്. ശ്രീദേവി പോയി, ഷി ഹാസ് ഗോൺ. അവശേഷിക്കുന്നത് അവരുടെ ബോഡി മാത്രമാണ്. ഒരു കുഞ്ഞിൻ്റെ നാമകരണ ചടങ്ങിൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പേര് ആ ആത്മാവിന് നൽകുന്ന പേരാണ്. ഒരു ഐഡൻറ്റിറ്റി. ശരീരം ആ ആത്മാവിനെ വഹിക്കുന്നു എന്ന് മാത്രം. ശ്രീദേവി വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാറില്ല. അവരുടെ ബോഡി വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബോഡി എപ്പോൾ കൊണ്ടുവരും എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്. എൻ്റെ സുഹൃത്തെന്ന് പറയുന്നത് പോലെ രണ്ടും രണ്ട് അസ്തിത്വങ്ങളാണ്. ആത്മാവിന് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. നിഷേധാത്മക ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ തടയാതെ ദൂരെ മാറി ഒരു നിരീക്ഷകനെ പോലെ ഒബ്സർവ് ചെയ്യുക. എൻ്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വന്നു എന്ന റിയലൈസേഷൻ ഘട്ടമാണത്. രണ്ടാമത് ആ ചിന്തകളെ തിരുത്തുന്ന കൊഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് ഘട്ടമാണ്. അതായത് ഇപ്പോഴുണ്ടായ ചിന്ത അത് അനാവശ്യ ചിന്തയാണെന്ന് തിരിച്ചറിയുകയും പകരം പോസിറ്റീവായതും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതുമായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അമിതമായി നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ ബോധപൂർവം അവിടെ ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ട് ദീർഘമായി ബ്രീത്ത് എടുത്ത് ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാവുന്നതാണ്. എന്തിനെ പറ്റിയാണോ നെഗറ്റീവായി ചിന്തിച്ചത് ആ ചിന്ത സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ രണ്ട് പോസിറ്റീവ് ചിന്തകൾ അതിനെപ്പറ്റി മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരു മാറ്റം വരുത്തുന്നതും കഫീൻ ഉപയോഗം നിയന്ത്രിക്കുന്നതും ഈ നിഷേധാത്മക ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. മനസ്സെന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ഉപകരണത്തെ എത്ര ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിത വിജയം. അവിടെയാണ് മൈൻഡ് ട്രെയിനിങ്ങിൻ്റെ പ്രസക്തി.